ശരിക്കും എങ്ങനെയാണ് ഈ MP-യിൽ ഒരു പാട്ടിലേക്ക് എത്തുന്നത്? പാട്ടിലേക്ക് എത്തുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഏഴ് വയസ്സ് മുതലേ ഞാൻ പാട്ട് പാടി 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 പിന്നെ എനിക്ക് തോന്നി സ്വന്തമായിട്ട് പാട്ടുകൾ ഇറക്കിയാലോ എന്നുള്ളത് തോന്നി. പാട്ട് പഠിച്ചിട്ടുണ്ടോ ശരിക്കും? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചെറുപ്പം മുതൽ പാടി വന്നത്. അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ എന്താ പറയല് ക്ലാസിക്കൽ അങ്ങനത്തെ പരിപാടി ഒന്നും പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോയിട്ടൊന്നുമില്ല. നോർമലി ഞാൻ ചെറുപ്പം മുതൽ പാടി വന്നത് ഈ നബിദിനം, അങ്ങനൊരു സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ട് നബിദിനം ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പോയി അങ്ങനെ തുടങ്ങി, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഈ ഇതിലോട്ടെത്തി. ശരിക്കും ആദ്യമായിട്ട് പാടി പാട്ട് ചെയ്ത ഒരു ഓർമ്മ? പാടിയ പാട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാപ്പിളപ്പാട്ടാണ് ഞാൻ പാടിയത്. ചതുർമല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എനിക്ക് മറന്നുപോയി. ഒരു പഴയ ഓം കരുവാരക്കുണ്ടിൻ്റെ പാട്ടാണ്. ചതുർമലം പുല്ലിക്കൊട്ടപ്പുറമിൽ വരും പട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് കുറേ ആൾക്കാർക്ക് അറിയാം ആ സോങ്. ഞാൻ അതാണ് ആദ്യം പാടുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം പാടുന്നത് അതാണ്. 7 വയസ്സ് തൊട്ടിട്ടല്ലേ? 7 വയസ്സ് തൊട്ടിട്ടോ, പക്ഷെ അതിന് മുമ്പേ ആ പാട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ പാടുന്നത് അതാണ്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മാപ്പിളപ്പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു? സ്കൂൾ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട് പാടാറുണ്ടായിരുന്നു. ഈ കലോത്സവങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ടോ? സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല, പാടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ആദ്യം സ്കൂളിൽ നിന്ന് കിട്ടിയ സബ് ജില്ലയിൽ പോകുന്നു, സബ് ജില്ലയിൽ പോകുന്നു, പിന്നെയാണല്ലോ സ്റ്റേറ്റ്. ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ട്? ഇല്ല, ഞാൻ സബ് ജില്ല വരെ പോയിട്ടുള്ളൂ. സബ് ജില്ല ഒന്നും കിട്ടിയില്ല? അല്ല, സബ് ജില്ലയിൽ A ഗ്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ ജില്ലയിലേക്ക് അന്ന് ഇപ്പോ മത്സരിച്ച സമയത്തൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടിയ ആൾക്കാരില്ലേ, അവരൊക്കെ പിന്നെ എപ്പോഴേലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്? അല്ലെങ്കിൽ അന്ന് അവർക്ക് എന്നെക്കാൾ ഇതിലേക്ക് എത്തി, എന്നിട്ട് ഞാൻ കണ്ടില്ല അവരെക്കാൾ നല്ല നിലയിൽ എത്തി? ഞാനിപ്പോഴും അവരെക്കാൾ ഭയങ്കര പാട്ടുകാരനൊന്നല്ല. ഞാൻ എഴുതുന്ന പാട്ടുകൾ കുറച്ച് ആൾക്കാർക്ക് കണക്ട് ആവുന്നു. എന്നെക്കാൾ പാടുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. മീൻസ് എന്നെക്കാൾ നല്ല രീതിക്ക് ഈണം കൊടുത്ത് പാടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ലിറിക്ക് പരിപാടി ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് കണക്റ്റ് ആവുന്നു, അപ്പോൾ പാട്ട് ഹിറ്റാവുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും എവിടെയാണ് പഠിച്ചതൊക്കെ? പഠിച്ച നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ ചെറുപ്പം ഒരു 7 വരെ പഠിച്ചത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു AGL എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അരിയല്ലൂരുള്ളൊരു MVHSS എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ച് അങ്ങനെ. പിന്നെ ഡിഗ്രി കോഴിക്കോടാണ് ചെയ്തത്. സപ്ലൈ ഉണ്ടായിരുന്നു? ഇല്ല, സപ്ലി ഒന്നും എഴുതിയിട്ടില്ല. ഇല്ല, എന്ത് എഴുതാൻ, ടൈം കഴിഞ്ഞ്. അപ്പം സപ്ലി എക്സാമിനൊന്നും എഴുതണ്ട, ഞാൻ എന്റെ പാട്ടിട്ട് ഇങ്ങനെ പോവാ, അങ്ങനെയാണ്? ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനൊരു കുറച്ച് എക്സാം ഓൾറെഡി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയിട്ടില്ല, പിന്നെ പഠിപ്പ് കഴിഞ്ഞ് എഴുതില്ലല്ലോ. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോടാ നീ ആ പേപ്പർ എങ്കിലും ഒന്ന് ക്ലിയർ ചെയ്തെടുക്കടാന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഉപ്പ എപ്പോഴും പറയും, പണ്ട് എപ്പോഴും പറയും പേപ്പർ ക്ലിയർ ചെയ്യാൻ. എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട്. മടിയായിട്ടാണോ ശരിക്കും? മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ അന്നേരം പഠിച്ച് ഡിഗ്രി ഒന്നും പാസ്സായി എവിടെ എത്തില്ല എന്ന് എനിക്കറിയാം. അവിടെ ഞാൻ വേറൊരു വഴി നോക്കണല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ എഴുതാത്ത.